AP വിഭാഗവും EK വിഭാഗവും ഉണ്ട്. ഈ സംസ്ഥയ്ക്കകത്ത് അങ്ങനെ 2 വിഭാഗമുണ്ട് സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ. പക്ഷേ ഞാൻ പിന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ മുടിപ്പള്ളിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ രോമപുരം മുസ്ലിയാർ എന്ന് വരെ അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ എഴുതുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരുടെ വേദികളിൽ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ താമസിക്കുമ്പോഴും നാട്ടിലാവുമ്പോഴും പിന്നെ കാന്തപുരം AP വിഭാഗത്തിന്റെ യുവജന സംഘടനയുണ്ട്. പിന്നെ ആ സംഘടനയുടെ പരിപാടിക്കകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ ഞാൻ അന്ന് ചെറിയ പ്രായമാണ്, യുദ്ധവിരുദ്ധ റാലി ഞങ്ങൾ നടത്തുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനം നടത്തുകയൊക്കെ ചെയ്ത സമയത്ത് അതിനകത്ത് അന്ന് പിന്നെ അന്തരിച്ചുപോയ നമ്മുടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ അമീറായിരുന്ന വ്യക്തി കാരക്കുന്നുകാരനാണ്. ഞാനും കാരക്കുന്ന് ഉൾപ്പെടുന്ന പഞ്ചായത്തിനകത്തായിരുന്നു. ഞാനന്ന് DYFയുടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പം ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. ഈ കാന്തപുരം AP വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധര പാവങ്ങളാണ്. പിന്നെ ഒന്നും വർഗീയതയില്ല, മറ്റു മതത്തെപ്പെട്ടവരെ ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹമില്ല. EK വിഭാഗത്തെ പോലും അവർക്കൊരു വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള ചില ശത്രുതാപരമായിട്ടുള്ള നിലപാടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഭയങ്കര ആത്മീയമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നന്മ മാത്രം ഉദ്ദേശിച്ചാണ്, മതമോ ജാതിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിമിഷപ്രിയ ഏത് മതമാണ് ഏത് ജാതിയാണോ ഒന്നും നോക്കാതെ ഒരു പെൺകുട്ടി പിന്നെ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഓരോ ഇത് ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ പ്രശ്നമില്ല, അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനകത്ത് മാനുഷികമായിട്ടാണ്. കാരണം ഈ യമനി എന്ന് പറയുന്ന ആള് പിന്നെ പെൺകുട്ടിയെ ഒരു കീപ്പായിട്ട് വെക്കുകയും പിന്നെ ദുരുപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്, പിന്നെ ഭർത്താവുണ്ടൊക്കെ ഉണ്ട്. പിന്നെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഞാനാണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും നാളെ കത്തിയെടുത്ത് കുത്തിയെന്ന് വരും. നമുക്ക് ത്രട്ടായിട്ട് വരുന്ന, നമ്മൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊലപാതകയായി മാറും. അത് മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എടുക്കുന്ന ഒരു എഫേർട്ട്, ചാണ്ടി ഉമ്മൻ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, ചാണ്ടി ഉമ്മൻ പിന്നെ ഇപ്പോൾ ഒരു ഹൂതികൾക്ക് ത്രട്ട് കൊടുക്കുക, യമൻ ഔദ്യോഗിക സംവിധാനത്തിനകത്ത് യമന്റെ ഭരണാധികാരികളോട് പറയുക ഐ വാണ്ട് നിമിഷപ്രിയ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവര് തരുമെന്നേ. പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ്. അല്ല, കാന്തപുരം പിന്നെ ഒരു നിസ്സാരക്കാരനല്ല. കാന്തപുരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരുപാട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ഒരാളാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ദത്തെടുക്കുകയും അവരെ പിന്നെ ഇവിടെ ദർസിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും അതിന് പറ്റുന്ന അദ്ദേഹത്തിന് നോളജ് സിറ്റി എന്ന് പറയുന്നൊരു സംവിധാനമൊക്കെ ഉണ്ട്. കാരന്തൂർ മർക്കസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. അതിനകത്ത് പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദത്തെടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറക്കാം. അവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരെ ഒരു വെല്ലുപ്പാടെ സ്ഥാനത്താണ്, ദൈവത്തിന് തുല്യമായിട്ടാണ് കാന്തപുരത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കാന്തപുരം AP വിഭാഗത്തിന് ഇത്രയും ഫാൻസ് ഉണ്ട് അവിടെ. ഏറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം. കാന്തപുരം വലിയൊരു എഫക്റ്റ് ആയിട്ട് ഇതിനകത്ത് മാറും. കാന്തപുരം ഇതിനകത്ത് നിമിഷപ്രിയ റിലീസ് ചെയ്ത് കൊണ്ടാൽ കാന്തപുരവും ചാണ്ടി ഉമ്മനും എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ പുതു മനസ്സിനെ കീഴടക്കുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാന്തപുരത്തിന് വളരെയധികം ആരാധകർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അത് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അത് ഒരു പുരോഹിതനാണല്ലോ, ഒരു മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഒരു പൗരോഹിത്യം എന്ന് പറയുന്നതിനകത്ത് പുരോഹിതൻ എന്ന വാക്കിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. പുരോഹിതനാവേണ്ടത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ്. അത് ജാതിയുടെയും മതത്തിന്റെയും ഒന്നും സങ്കുചിതമായ ഒരു തട്ടിൽ നിൽക്കാതെ അതിനപ്പുറത്തും വിശാലമായ മാനവികതയെക്കുറിച്ച് ബോധം ഉണ്ടാകുക എന്നുള്ള ആ ബോധത്തിലേക്ക് കാന്തപുരം എത്തുമ്പം, കാന്തപുരം ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ സാധനത്തിലൂടെ ഈ ഒരു പിന്നെ സർജിക്കൽ സ്ട്രൈക്കിനകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ, നിമിഷപ്രിയ റിലീസായി കഴിഞ്ഞാൽ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ 3.5 കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്, മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ്.